ഞങ്ങളുടെ നേതാവ് RSS നമ്മുടെ ഗോൾവൽക്കറുടെ വാർഷികം ആഘോഷിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് തൊഴിൽ കൂടെ നിലവിളക്ക് കൊളുത്തിയ തീയതി തെറ്റാണ്. അക്കാര്യത്തിൽ പിണറായി നുണ പറഞ്ഞിരിക്കുന്നു എന്നൊരു വാദം വേണമെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിക്ക് ഉന്നയിക്കാം. പിണറായി വിജയൻ ഫെബ്രുവരി എന്ന് പറഞ്ഞത് ആ ഫെബ്രുവരി അണ്ടർലൈൻ ആവുന്നത് ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഡിസംബർ ആണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VD സതീശൻ MLA ആയതിനു ശേഷമാണ് ഈ പരിപാടിയിൽ പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. അപ്പൊ പോയത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആയതിനു ശേഷമാണ്. ശ്രീ ജേക്ക് സി തോമസ്, ഇതിന് പകരമായി VD സതീശൻ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങൾ 1977 കാര്യം പറയുന്നുണ്ട്, PM ശ്രീ ഉന്നയിക്കുന്നുണ്ട്, മാസപ്പടി കേസ് ഉന്നയിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൽ KG മാരാർ EMS ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം കൂടിയുണ്ട്. അതിനെങ്ങനെ CPM പ്രതിരോധിക്കും? ചരിത്രബോധമുള്ള നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ പട്ടികയിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു എണ്ണമായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ മാതിരി ചിത്രങ്ങൾ കൊണ്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി വളരെ ഡയറക്റ്റായി ഉന്നയിക്കപ്പെട്ട കേരളത്തിൻ്റെ മതനിരപേക്ഷ ചേരിയെ വഞ്ചിച്ചുകൊണ്ട് RSSന്റെ നേതാവ്, വെറും നേതാവല്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആരായിരുന്നു ഗോൾവൽക്കർ. RSSകാർക്ക് അദ്ദേഹം വലിയ ആളായിരിക്കും, തർക്കമേതുമില്ല. പക്ഷേയോ നമ്മുടെ മുമ്പിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, അതിലൂടെ വിഷമമിപ്പിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾ മുഖാന്തരം ഇപ്പോഴും ഇന്ത്യയിൽ ദയാരഹിതമായി കൊലപാതകങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുള്ള ഒരു ഇന്ത്യൻ പശ്ചാത്തലമാണ് ഇല്ലേ? ഇന്റേണൽ ത്രെറ്റ്സ്, ഒന്നാമത് മുസ്ലിങ്ങൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് മാർക്സിസ്റ്റുകാർ, ഇങ്ങനെ തുടങ്ങുന്നതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആഹ്വാനം. ആ ആഹ്വാനം നടത്തിയ വർഗീയവാദത്തിന് എല്ലാ നിലയിലും വെള്ളവും വളവും ഒഴിച്ചു നൽകിയ ഒരാൾ, അദ്ദേഹത്തിന്റെ വാർഷികാഘോഷം, ഇത് വെറും വാർഷികമല്ല, 1906 നിന്ന് 2006 എത്തുമ്പോൾ RSSകാർ ഗുരുജി എന്ന് വിളിക്കാറുള്ള ഈ മനുഷ്യന് 100 വയസ്സ് അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇപ്പൊ പറയുന്നു സെമിനാർ എന്നൊക്കെ അല്ലേ? നല്ല സെമിനാറാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മിനിമം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലവാരമുള്ള കോൺഗ്രസ്സുകാർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന സെമിനാറാണ്. എന്തായിരുന്നു സെമിനാറിന്റെ പ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ട് അവർ നടത്തിയ പരസ്യത്തിന്റെ തന്നെ തലവാചകം ശ്രീ ഗുരുജി ജന്മശതാബ്ദി ആഘോഷ സമിതി. അതാണ് കേട്ടോ, അതാണ് ഗുരുജി ജന്മശതാബ്ദി ആഘോഷ സമിതി. അവരുടെ നേതൃത്വത്തിൽ ഒരു നിമിഷം. ഇപ്പം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിലൊരു സമയം കൂടി പറയുന്നുണ്ട്. ആ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതായത് 2006 ഫെബ്രുവരിയിലാണ് ഈ സെമിനാർ നടന്നത്. പക്ഷേ ആ സെമിനാറിന്റെ പോസ്റ്റർ എൻ്റെ കയ്യിലുണ്ട്. 2006 ഡിസംബർ 31 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ്. അതായത് ആ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഏപ്രിലാണ്. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഡിസംബറിലാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, VD സതീശൻ MLA ആയി കഴിഞ്ഞ് ഡിസംബറിലാണ്, ആ വർഷം അവസാനമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഇതിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണം നിലനിൽക്കുമോ? തീർച്ചയായിട്ടും അതങ്ങ് സൂചിപ്പിക്കുന്നത് സാങ്കേതികമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ ക്ലാരിറ്റി ഇതിന്റെ സംഘാടകരും അതിൽ പങ്കെടുത്തയാളുടെയും പട്ടികയിൽ കേരളത്തിലെ അന്തസ്സുള്ള മതനിരപേക്ഷവാദികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ ഇല്ല എന്നതുകൊണ്ട് ഞങ്ങൾക്കതിൽ ആത്യന്തിക തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. കുറച്ചുകൂടെ മുമ്പ് നമ്മുടെ സംവാദത്തിൽ പങ്കെടുത്തിരുന്ന ഇതിന്റെ സംഘാടക നേതൃത്വം വേണമെങ്കിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ബഹുമാനിയനായ നമ്മുടെ കോപ്പാനലിസ്റ്റാണ് CRV ബാബു. അദ്ദേഹത്തോട് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് പരിഹരിച്ചു തന്നേനെ. പിന്നെ അങ്ങ് സൂചിപ്പിച്ച ഈ ഡേറ്റിനെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ അങ്ങ് സൂചിപ്പിച്ച പ്രശ്നം എന്താണ്? ഞാൻ വേണം ജയിക്കാൻ അയച്ചു തരാം. ശ്രീ ഗുരുജി ജന്മശതാബ്ദി ആഘോഷ സമിതി സംവാദം, വിഷയം മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും, 2006 ഡിസംബർ 31 ഞായർ ഉച്ചയ്ക്ക് 3 മണിക്ക്, സ്ഥലം ഗവൺമെന്റ് LP സ്കൂൾ മന്നക്കപ്പടി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും മാത്രം. അപ്പം പിണറായി വിജയൻ ഫെബ്രുവരി എന്ന് പറഞ്ഞത് ആ ഫെബ്രുവരി അണ്ടർലൈൻ ആവുന്നത് ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഡിസംബർ ആണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VD സതീശൻ MLA ആയതിനു ശേഷമാണ് ഈ പരിപാടിയിൽ പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. അപ്പൊ പോയത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആയതിനു ശേഷമാണ് ജയിക്കുക. ഞാൻ അതിലേക്കാണ് മറുപടി പറഞ്ഞു വന്നതും. അപ്പോൾ ഇതിന്റെ സംഘാടകർ പദവി അലങ്കരിച്ചിരുന്ന RSSകാരുടെ ഒപ്പമോ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് RSSനെ അനുഗ്രഹിക്കാൻ മാത്രം അവർ സ്ഥാനം നൽകിയ ബഹുമാനിയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോടൊപ്പമോ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് ആ കാര്യത്തിൽ കൃത്യമായ തീയതി എന്നായിരുന്നു RSS നേതാവിന്റെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ വിനീത വിധേയനായി നട്ടല് വളച്ച് ബഹുമാനിയ VD സതീശൻ നിന്ന് എന്നായിരുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ പാനലിൽ അവശേഷിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയും. അത് പിണറായി പറയുന്നത് പോലെ ഫെബ്രുവരിയിലല്ല, അത് 2006 ഡിസംബർ 31 ഞായറാഴ്ച
ഞായറാഴ്ച 3 മണിക്കാണ് ഞങ്ങളുടെ നേതാവ് RSS ആയ നമ്മുടെ ഗോൾവൽക്കറുടെ വാർഷികം ആഘോഷിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് തൊഴിൽ കൈകളോട് കൂടെ നിലവിളക്ക് കൊളുത്തിയ തീയതി തെറ്റാണ്, അക്കാര്യത്തിൽ പിണറായി നുണ പറഞ്ഞിരിക്കുന്നു എന്നൊരു വാദം വേണമെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിക്ക് ഉന്നയിക്കാം. പിന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്നുള്ള ആരോപണത്തിന്റെ പ്രത്യേകത എന്താണ്? അത് തൊട്ടുമുമ്പ് ഇവിടെ പരാമർശിച്ചു. 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിട്ടുള്ള ശ്രീ P. രാജുവിനെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ദയാരഹിതമായ പരാജയം ഏറ്റുവാങ്ങേണ്ട വന്നു. ആർക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു? അവിടുത്തെ കോൺഗ്രസിന്റെ പ്രതീകമായി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റുവാങ്ങേണ്ട വന്നതിനെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുറിച്ചു കടക്കാൻ എങ്ങനെ RSSന്റെ വോട്ട് സമാഹരിക്കാം, RSSുമായി ധാരണയിലെത്താം, കോൺഗ്രസ്സുകാരന്റെ വാക്ക് കടമെടുത്താൽ RSSുമായി ഒരു ഡീൽ എങ്ങനെ ഉണ്ടാക്കാം, ആ ഡീൽ പരിശോധന നടത്തി വിജയകരമാക്കി RSSന്റെ വോട്ടും വാങ്ങി ഈ മാന്യൻ MLA ആയപ്പോഴോ ലോകത്തൊരാളും ചെയ്തിട്ടില്ലാത്ത മതനിരപേക്ഷ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധത നിറച്ച ഒരാളുടെ മുമ്പിൽ വന്ന് നിലവിളക്ക് കൊളുത്തി നട്ടല് വളച്ച് കുനിഞ്ഞു നിൽക്കണമെന്ന് RSS പറഞ്ഞപ്പോ ആ വോട്ട് വാങ്ങിച്ച നന്ദിയുണ്ട് എന്നുള്ളത് കൊണ്ട്, നാളെയും ആ വോട്ട് കിട്ടിയില്ലെങ്കിൽ തനിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ബോധപൂർവം ടങ് സ്ലിപ്പ് അല്ല, അബദ്ധം പറ്റിക്കേറിയതല്ല, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രമാണ് എന്ന് കരുതി പോയി നിന്ന് നിലവിളക്ക് കൊളുത്തിയതല്ല. RSSന്റെ ലക്ഷണമൊത്ത എല്ലാ ആശയ അടിത്തറകൾക്കും എഴുത്തും ഭാവവും രൂപവും നൽകിയ അവരുടെ എല്ലാത്തരം അധമ പ്രവർത്തികൾക്കും രാഷ്ട്രീയ രൂപം നൽകാൻ തത്വസംഹിത ചമച്ചു വെച്ചിട്ടുള്ള ഗോൾവൽക്കറുടെ ചിത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വോട്ട് വാങ്ങിയതിന്റെ നന്ദി പ്രകാശിപ്പിക്കാൻ, ഇതല്ലാതെ ബിഗേഴ്സ് കാൻ ബി ചൂസേഴ്സ് എന്നുള്ള ഇംഗ്ലീഷിലെ ചൊല്ലുണ്ട്. നമ്മൾ ധർമ്മം പറ്റുന്നവർക്ക് അധിക ചോയ്സുകളില്ല. RSS ആവശ്യപ്പെട്ടു ഗോൾവൽക്കറുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യണം. ഗോൾവൽക്കറുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിലപാടുകൾ പണയം വെച്ച് മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്ത് വർഗീയതയ്ക്ക് മുമ്പിൽ നിങ്ങൾ കുനിഞ്ഞു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഉപാധിരഹിതമായി, കണ്ടീഷൻലെസ് എന്ന് നമ്മൾ പറയാറുണ്ട്, വിത്തൗട്ട് എനി കണ്ടീഷൻ, ഉപാധിരഹിതമായി RSSന്റെ ആവശ്യത്തിന് വഴങ്ങി അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പ്രസംഗിച്ചതോ, ആ പ്രസംഗത്തെ കുറിച്ച് ആരെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? അങ്ങ് സൂചിപ്പിച്ചതായിരുന്നു അവിടുത്തെ പ്രഭാഷണ വിഷയം. ഏതാണ്? മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും. ആ മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും സംബന്ധിച്ചുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം വിമർശിച്ചത് ആരെയാണ്? മലപ്പുറത്തെ വിമർശിച്ചതായി പറയുന്നു. ലീഗ് സൃഷ്ടിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ, സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കാൻ പര്യാപ്തമാണ് എന്ന് അദ്ദേഹം പറയുന്നു. RSS ആഗ്രഹിച്ച പ്രഭാഷണം മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും എന്ന വിഷയത്തിന്റെ മറവിൽ അവിടെ പോയി ശരീരം വാടകയ്ക്ക് കൊടുക്കുക മാത്രമല്ല, താങ്കളിലേക്ക് മടങ്ങി വരാം.